കേടലുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹവുമായി നടത്തിയ ഒരു ഇന്ററാക്ഷനെ പറ്റി പറയുന്നത് അത് ഒരേ സമയം ഭീകരവുമാണ്. എന്നാൽ ഒരേ സമയം കേടൽ എന്തുകൊണ്ട് ഇതിനൊക്കെ ഇങ്ങനെ ഒരു ക്രൂരപ്രവൃത്തിക്ക് പോയത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് ആ വീഡിയോ. ഇപ്പം മാമിനെ തന്നെ നോക്കിയിട്ട് പുറകിലൊരു യക്ഷി നിൽക്കുന്നു, ആ യക്ഷി എന്നോട് പറയുന്നു മാമിനെ കിൽ കിൽ എന്ന് പറയുന്നത് ശരിക്കും ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ വരുന്ന സൈക്കോ സിനിമകളിലെ ഒരു സീൻ പോലെയാണ് ശരിക്കും ആ എപ്പിസോഡ് മുഴുവനും. പക്ഷെ കേടലിന്റെ പോലും അറിയാത്തൊരു നേരത്തെ പറഞ്ഞ ഫീച്ചറെ പോലെ ഒരു മറുപുറം എത്തിക്കാൻ ആ എപ്പിസോഡിന് സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേടലിനോട് എനിക്ക് ഭയങ്കരമായിട്ട് സിമ്പതി തോന്നി. അതിന് ശേഷം ആ ഒരു സമയത്ത് ഒരു പേടി തോന്നിയെങ്കിലും ഞാൻ പെട്ടെന്ന് ആ സമയത്ത് പേടിച്ചു. കാരണം ഇവൻ എന്തോ ഭയങ്കര വലിയ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം അതുവരെ വളരെ നല്ലതായിട്ട് സംസാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് അവൻ ഫ്ലിപ്പ് ചെയ്തൊരു ഇങ്ങനെ കണ്ണൊക്കെ അങ്ങ് മാറി വേറെ ഒരു എക്സ്പ്രഷൻ ആവും ആ സമയത്ത്. അതുവരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരും. ഇപ്പോൾ പൊസസ്ഡ് ആവുന്ന പോലെ ഇല്ലേ നമ്മൾ, അതുപോലെ ആ കണ്ടത്. അപ്പം ഞാൻ പെട്ടെന്ന് ടപ്പട്ടപ്പെട്ട അതുവരെ ഞാൻ അവൻ ഒറ്റയ്ക്ക് മതി ഞാൻ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ജയിലിലെ ഓഫീസേഴ്സിനെ അറിയാം അത്. കാരണം അവൻ ഒരു ദിവസം രാത്രി ഒരു സഹതടവുകാരനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ആ എക്സ്പ്രഷൻ അവർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് കാണുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് പേടിയായി ആ സമയത്ത്. അപ്പോൾ ഞാൻ ബെല്ലടിച്ച ആളുകളെ വിളിച്ചു. അപ്പോൾ തന്നെ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മെൻ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ പിന്നീടാണ് ചോക്ക് ചെയ്തത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു കഷ്ടം, അവൻ 4 പേരെ കൊന്നു എന്നുള്ളത് അവന് ചെയ്യാം. അവൻ പറയുന്നത് എനിക്കിതിൽ നിന്ന് രക്ഷ വേണം, എനിക്കിതിൽ നിന്നൊരു മാറ്റം വേണം എന്ന് പോലും അവൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പാവം അതങ്ങ് ഈ ഒരു പോക്കിലങ്ങ് പോട്ടെ, ദൈവത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോട്ടെ എന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ അത്രയും എനിക്ക് സിമ്പതി അവനോടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് എന്ന് പറയുന്നതും ഇതുപോലെയാണ്. നമുക്ക് ഈ മെൻ്റൽ ഒരു ഇംബാലൻസ് ഉള്ള ഒരാളെ ട്രയൽ ചെയ്ത് ശിക്ഷിക്കാൻ പറ്റൂല. ട്രയലിൻ്റെ സമയത്ത് അവൻ നോർമൽ ആയിരിക്കണം. ആ നോർമൽ കണ്ടീഷൻ വരാതിരിക്കാനായിട്ടുള്ള കുട്ടിക്കാലം മുതലുള്ള അവൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് കഷ്ടമായിരുന്നു. അവനെ അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ അവനിങ്ങനെ ആയിപ്പോയി. വീട്ടുകാരുടെ അനാസ്ഥ കൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആകുമ്പോൾ അതൊരു വലിയ കഷ്ടമുള്ളൊരു കാര്യമാണ്. എങ്ങനെയെങ്കിലും അവനൊരു രക്ഷ ഇതിൽ നിന്ന് കിട്ടണേ എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. മാം ഏറ്റവും അധികം നല്ല പുസ്തകങ്ങൾ വായിക്കുകയും അല്ലെങ്കിൽ നല്ല സാഹിത്യത്തിലൂടെയും ഭാഷാ പരിശീലനത്തിലൂടെയൊക്കെ കടന്നു പോയതിൻ്റെ ഫലമായിരിക്കണം പല ആവർത്തി പോലീസ് ഉപയോഗിക്കുന്ന അസഭ്യവർഷത്തെ പറ്റി മാം വാചാലയായിട്ടുണ്ട്. അത് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും എടാ എന്ന് പറഞ്ഞിട്ട് എന്താ സാർ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു സാധാരണക്കാരൻ പലപ്പോഴും പോലീസുകാരനോട് തിരിച്ചു ചോദിച്ചാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് അസഭ്യവർഷം തന്നെയാണ് മാം, അൺഫോർച്ചുനേറ്റ്ലി. അത് മാറാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ പോലീസുകാരോട് ഉൾപ്പെടെ ഞാൻ അവർ വല്ലാതെ വിനയാന്വിതരാവണമെന്നോ ബഹുമാനം തരുന്നതെന്നോ അല്ല. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ അവർ പോലീസ് ഡീൽ ചെയ്യുന്നൊരു വിധമുണ്ടല്ലോ, കുറച്ചുകൂടിയൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ചുകൂടിയൊക്കെ വിനയാന്വിതരായി അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പ്രസൻറ്റബിൾ ആയിട്ട് ആളുകളോട് ഡീൽ ചെയ്യുന്ന ഒരു പോലീസ് രീതിയുണ്ട് പുറത്ത്. അതിപ്പോഴും നമ്മുടെ ഇവിടെ എത്തിയിട്ടില്ല മുഴുവനായിട്ട്. ഇപ്പോഴും ഒരു പരിധി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഷ്യം അസഭ്യം തന്നെയാണ്. അത് മാറാത്തതിൽ ഇപ്പോഴും വലിയ ആശങ്കയുണ്ട്, വലിയ ഭീതിയുണ്ട് ജനങ്ങൾക്ക്. മാമിന് അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? എല്ലാവരും അങ്ങനെയല്ല, കുറേ പേര് അങ്ങനെയാണ്. പക്ഷേ ഇത് നമ്മുടെ പോലീസിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് മൃദു ഭാവേ ദൃഢകൃത്യ എന്നാണ്. ഇപ്പോൾ കൃത്യത്തിൽ ദൃഢത കാണിക്കണം. ബി ഫേം ഇൻ യുവർ ആക്ഷൻസ് ബട്ട് ബി സോഫ്റ്റ് ഇൻ യുവർ ഡിമീനർ. നമ്മുടെ ഭാവത്തിൽ നമ്മൾ സോഫ്റ്റ് ആയിരിക്കണം. ഈ ആപ്തവാക്യവും വെച്ചുകൊണ്ടാണ് പോലീസുകാർ വളരെ ക്രൂരഭാവത്തിൽ ബിഹേവ് ചെയ്യുന്നത് ആൾക്കാരോട്. അത് വളരെ വലിയ തെറ്റാണ് എന്നുള്ളത് പോലീസിനെ ഭരിക്കുന്നവർക്ക് അറിയില്ല. അതുകൊണ്ട് അവർ പറയുന്നു നീ ക്രൂരമായിട്ട് പെരുമാറിയാൽ മതി, നീ ഇന്ന ആളുടെ അടുത്ത് എടാ പോടാ തെണ്ടിന്ന് വിളിച്ച് കുറേ ചവിട്ടും കൊടുത്ത് അടിയും കൊടുത്ത് ലാത്തി പ്രയോഗിച്ച് പ്രയോഗിക്കേണ്ട ഫോഴ്സ് പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കാനായിട്ട് ഭരണകർത്താക്കൾ പറയുമ്പോൾ പോലീസ് ആസ് എ ഡിസിപ്ലിൻഡ് ഫോഴ്സ് ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് പോലീസല്ല, മനസ്സിലായോ? നമ്മുടെ ട്രെയിനിങ് അല്ല ചേഞ്ച് ചെയ്യേണ്ടത്, പോലീസ് അല്ല ചേഞ്ച് ചെയ്യേണ്ടത്. പോലീസ് നല്ലതാണ്, ട്രെയിനിങ് നല്ലതാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ ദുരുപയോഗം ചെയ്യും. ആ പോലീസിനെ വെച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു ആയുധമാക്കി മറ്റു പലരുടെ നേരെയും പ്രയോഗിക്കുന്നു. അങ്ങനെ ചെയ്യിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ, അത് ചെയ്യുന്ന പോലീസ് ഓഫീസർ ഇന്നയാളൊരു സീനിയർ ഓഫീസർ അല്ലെങ്കിൽ ഒരു സീനിയർ ഒരാൾ വന്നിട്ട് പറയുന്നു ഇയാളെ പിടിച്ച് അകത്താക്കി 2 അടി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു പോകുന്ന പോലീസുകാർ പിന്നെ അയാളെ പോലെ കാണുന്ന ആൾക്കാരോട് മുഴുവനും അത് ആ പ്രതിയെ പോലിരിക്കുന്ന മറ്റ് അതേ ക്ലാസ്സിൽപ്പെട്ടവരോട് ഇതുപോലെ പെരുമാറും. ശരി, വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളോട് എപ്പോഴെങ്കിലും ഒരു പോലീസ് ഓഫീസർ പെരുമാറുമോ? ബെൻസ് കാറിൽ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കാറുകളിൽ പോകുന്ന ഫോർച്യൂണറിലൊക്കെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും വണ്ടി പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും വലിയ ആൾക്കാരെ, ഒരു VIP-കളെ പോലീസ് ഒന്നും ചെയ്യില്ല. മര്യാദയ്ക്ക് സാർ എന്നൊക്കെ വിളിച്ച് പറയുള്ളൂ. ചെയ്യാൻ പറ്റുന്നവരോട് അവരിത് ചെയ്യും. അവർക്ക് ഇഫ് ദേ തിങ്ക് ദാറ്റ് ഇയാളെ 2 അടി കൊടുത്താൽ ഇയാൾ ഒന്നും പറയില്ല എന്ന് പറയുവാണെങ്കിൽ അത് ചെയ്യും. കാരണം പോലീസിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നതാണ്. പോലീസിനോടുള്ള പേടി വേണം, പോലീസിൻ്റെ ലാത്തി ഭയക്കണം, പോലീസ് സ്റ്റേഷൻ പേടിക്കണം.
പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എല്ലാവരും കയറി ചെല്ലണ്ട എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന ആൾക്കാരാണ് ഈ സിസ്റ്റം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. യെസ്. നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം മാറണം. ഇപ്പൊ പോലീസിനകത്തുമില്ലേ പൊളിറ്റിക്സ്? മാം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലേ? ഉണ്ട്. നമ്മുടെ കേരള പോലീസിലാണ് ഏറ്റവും ലോകത്തൊരിടത്തും ഇല്ലാത്ത പോലെ ഒരു അസോസിയേഷൻ ഉള്ളത്. അത് ഹൈലി പൊളിറ്റിസൈസ്ഡ് ആണ്. പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ പോലും ഇല്ല, മിസോറാമിലില്ല, ഒരിടത്തും ഇല്ല. ഒരു പോലീസ് സേനയും ഒരു കേന്ദ്ര സേനയും ഒരു സംസ്ഥാന പോലീസ് സേനയും ഇതുപോലെ അതിനകത്തൊരു അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറയില്ല. IPS അസോസിയേഷൻ ഉണ്ട്, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പൊളിറ്റിക്കൽ. അത് IPSകാരുടെ ഒരു കൂട്ടായ്മ പോലെയാണ് അസോസിയേഷൻ, ഒരു പോഷക സംഘടന. അതുപോലെ ഒരു സംഘടന പോലീസിൽ ഉണ്ടാകാനായിട്ട് പോലും ആരും സമ്മതിച്ചിട്ടില്ല. ഇത് രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള പോലീസുകാരുടെ പെരുമാറ്റം അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സബ് ഇൻസ്പെക്ടേഴ്സിനെയും SIമാരെയും ഒക്കെ CIമാരെയും ഒക്കെ 2 മാസം 3 മാസം കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത്. ഇങ്ങനെ പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇല്ലാതിരുന്നെങ്കിൽ എന്ന് മാം ആഗ്രഹിച്ച അങ്ങനെ പല തിക്താനുഭവങ്ങളിലൂടെയും മാം കടന്നുപോയതായിട്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ CMന്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുമ്പോൾ മൊത്തം അശ്ലീലമാണ് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നത്. ആ രാഷ്ട്രീയം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയോ അതിനെതിരെ എന്തെങ്കിലും പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാനോ മാം അന്ന് ശ്രമിച്ചിരുന്നോ? എപ്പോഴും ഞാനിത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ എഴുതി കൊടുക്കുകയും ഉന്നതരോട് പറയുകയും ചെയ്യും. ഞാൻ സീനിയർ ഓഫീസേഴ്സിനോട് ഞാൻ പറയുകയും ചെയ്യും, എഴുതി കൊടുക്കേണ്ടതാണ് ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴൊക്കെയുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരം കിട്ടില്ല. പക്ഷെ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല അത്. കാരണം പോലീസിനകത്തുള്ള ഒരു അച്ചടക്കം എന്നെ അത് വെളിയിൽ പറയുന്നതിൽ നിന്ന് വിലക്കുന്നു. എനിക്കത് പത്രക്കാരോട് പറയാൻ പറ്റത്തില്ല, എനിക്ക് സ്വന്തമായിട്ട് അത് വിളിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാനുള്ള ഒരു അധികാരം എനിക്കില്ല ആ സമയത്ത്. നമ്മുടെ അച്ചടക്ക ചട്ടം എന്ന് പറയുന്നത് കോണ്ടാക്ട് റൂൾസ് അല്ലെങ്കിൽ നമ്മുടെ ചട്ടം അനുസരിച്ച് നമ്മളത് പുറത്ത് പറയരുത്. പക്ഷേ ഞാൻ സീനിയർ ഓഫീസേഴ്സിനോട് പറയും, ഒരു ക്രൂരത പോലീസ് സ്റ്റേഷനിൽ കണ്ടാൽ, ഒരു 3-ാം മുറ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഞാനത് റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിനൊരിക്കലും ആക്ഷൻ ഉണ്ടാവാറില്ല ഫലപ്രദമായിട്ട്. ചിലപ്പോൾ വിളിച്ച് വാർണിംഗ് ആയി കൊടുക്കും, പക്ഷേ പിന്നീട് അത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഒരു മോശം പെരുമാറ്റം കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വിളിച്ച് എന്നോട് ഈ തോക്ക് ചൂണ്ടി എൻ്റെ അടുത്ത് ഒരു പോലീസ് ഓഫീസർ തന്നെ എന്നെ തോക്ക് ചൂണ്ടി കൊല്ലം, നിന്നെ കുന്നുകളെ വെടി എന്ന് പറഞ്ഞു, അതുപോലെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സസ്പെൻഷനിലിരിക്കുന്ന ഓഫീസറെ എങ്ങനെ വീണ്ടും സസ്പെൻഡ് ചെയ്യുന്നു? ഒരു കേസ് എടുക്കാൻ പോലും അവർ പറയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ വന്നതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട സമയത്തൊക്കെ പ്രതികരിച്ചത് ജനങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് തൃപ്തി തന്നിട്ടുണ്ട്. ഐ ഹാവ് ആക്റ്റഡ് അക്കോർഡിംഗ് ടു മൈ കോൺഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് ഞാൻ എപ്പോഴും പെരുമാറിയിട്ടുള്ളെന്നുള്ള ഒരു സമാധാനം, ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. പക്ഷെ അത് ജനങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. മാം കുറ്റാന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ച തെറ്റുകാരായ അബ്കാരി മുതലാളിമാരിൽ നിന്ന് മാസപ്പടി പറ്റിയിരുന്ന 11 പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ആ 3 മാസത്തെ അന്വേഷണ കാലയളവും അവർ ഒരു ഹോളിഡേ പോലെയാണ് ആഘോഷിച്ചു തീർത്തത്. അതിനുശേഷം അവർ സർവീസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു യാതൊരു കുഴപ്പവുമില്ലാതെ. ഈ തോക്ക് ചൂണ്ടിയ പോലീസ് ഓഫീസറിനും അതിനുശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. ഇവരെയൊക്കെ ഒരു പ്രകൃതി നീതി ശിക്ഷിക്കുമെന്നാണോ പിന്നീട് വിചാരിച്ചത്? തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് സംഭവിക്കുന്നത്.